ഇന്ന് ഒരു വെറൈറ്റി ദോശ തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കിയാലോ. അതിലേക്കായിട്ട് 2 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം 1/2 കപ്പ് തേങ്ങാ ചിരവിയത്, 1/2 കപ്പ് അവൽ, എന്ത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കഴുകി 5 മിനിറ്റോളം കുതിർത്തിട്ട് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വയ്ക്കുക. പിന്നെ ദോശയുടെ ഹൈലൈറ്റാണ് ഇത് സാലഡ് വെള്ളരി. നല്ല പിഞ്ചു വെള്ളരി ആയതുകൊണ്ട് ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഏകദേശം 1.5 വെള്ളരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കി അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ദോശയിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഈ കൺസിസ്റ്റൻസിയിൽ മയത്തിൽ ഇങ്ങനെ അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലാക്കി 10 മണിക്കൂറോളം ഫെർമെൻറ്റേഷന് വയ്ക്കും. 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി നെയ്യ് തടവി ദോശമാവ് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുത്ത് 2 വശവും നെയ്യ് തടവി മൊരിയിച്ച് ദോശ തയ്യാറാക്കി എടുക്കുക. അങ്ങനെ കുക്കുംബർ ദോശ റെഡി. ഞങ്ങൾക്കിന്ന് അത്താഴത്തിന് ദോശയോടൊപ്പം തക്കാളി ചട്നിയായിരുന്നു കേട്ടോ. ദോശയ്ക്ക് ഈ നിറം ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ്. ഈ ദോശയോടൊപ്പം ചട്നിയോ സാമ്പാറോ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈവൻ മധുരം ഇഷ്ടമുള്ളവർക്ക് ശർക്കരപ്പൊടിയോ പഞ്ചസാരയോ തേനോ ഒക്കെ ചേർത്ത് കഴിക്കാം. ഇനി ഒന്നും തന്നെ ഇല്ലെങ്കിലും ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അത്താഴത്തിനോ ഈവനിങ് സ്നാക്സായിട്ടോ ഒക്കെ തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി മധുരം ദോശയായിട്ട് ലേശം ശർക്കരപ്പൊടി മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്ത് അങ്ങനെയും തയ്യാറാക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ.